തമിഴ്നാട്ടിലൂടെയുള്ള നിങ്ങളുടെ യാത്ര തിരുനെൽവേലി വഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് തിരിഞ്ഞാൽ ഈ ഗ്രാമവീഥികൾ നിങ്ങൾക്ക് ശാന്തവും അസാധാരണവുമായ ഒരു അനുഭവം സമ്മാനിക്കും. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ അഗസ്ത്യാർകൂടത്തിൻ്റെ താഴ്വരയിൽ സമൃദ്ധമായ കൃഷിയിടങ്ങളുടെ ജീവനാഡിയായി താമരഭരണി നദി ഒഴുകി നീങ്ങുന്നുണ്ട്. താഴ്വരയിലുള്ള സമതലങ്ങളിലെ കൃഷിയിടങ്ങളിലേക്കായി കനാലുകളുടെ ഒരു ശൃംഖല വഴി ഈ ജലം എത്തിക്കുന്നു. ഇത് കാർഷിക വിളകൾക്കും ജനങ്ങൾക്കും ഈ ഭൂമിക്ക് തന്നെയും ഒരുപോലെ ജീവശ്വാസമാകുന്നുണ്ട്. ഇവിടെയാണ് മനോഹരമായ അംബാസമുദ്രം സ്ഥിതി ചെയ്യുന്നത്. ജലത്താലും ഭക്തിയാലും കാലത്താലും രൂപപ്പെട്ട ഗ്രാമത്തിൻ്റെ മുഖമുള്ള ഒരു നഗരം. നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ക്ഷേത്രങ്ങളും വയലേലകളും കൃഷിത്തോട്ടങ്ങളും ഈ ഒഴുക്കിൽ നിന്നാണ് അവയ്ക്ക് വേണ്ട ഊർജം ഉൾക്കൊള്ളുന്നത്. മലകളും സമതലങ്ങളും കൂടിച്ചേരുന്ന ഈ പ്രദേശം 1000 വർഷത്തിലേറെയായി തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക കാർഷിക മേഖലയായി നിലകൊള്ളുന്നു. ഈ നഗരത്തെ അല്ല, ഈ നിർമ്മലമായ ഗ്രാമത്തെ അടുത്തറിയാൻ ഏറ്റവും അനുയോജ്യമായ സമയം അത് ഉണർന്നു വരുന്ന ഈ പുലർകാലമാണ്. നേരത്തെ എത്തുകയാണെങ്കിൽ ഉയരമുള്ള വലിയ പനമരങ്ങളുടെ ഇടയിലൂടെ എത്തി നോക്കുന്ന സൂര്യനെ നിങ്ങൾക്ക് കാണാം. സാധാരണ നഗരങ്ങളിൽ കാണാൻ കഴിയാത്ത ഒരു ശാന്തമായ പരിസ്ഥിതി ഇവിടെയെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ചരിത്രം വെറും പുസ്തകത്താളുകളിൽ മാത്രമേ ഒതുങ്ങുന്നില്ല. അത് ഈ മണ്ണിൽ തന്നെ പൂർവികരാൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു. ഈ നഗരത്തിൻ്റെ പേരിൽ പോലും അവരുടെ ജീവനാഡിയായ ജലത്തിൻ്റെയും ഭക്തിയുടെയും മാറ്റലുകളുണ്ട്. ആദ്യകാലങ്ങളിൽ ഈ പ്രദേശം ഇളങ്കോംകുടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ ദീർഘവീക്ഷണമുള്ള പ്രജാതൽപരരായ രാജാക്കന്മാരും നാടുവാഴികളും വലുപ്പമേറിയ നിരവധി ജലാശയങ്ങൾ ഈ സ്ഥലത്ത് നിർമ്മിച്ചു. കർഷകരുടെ ജീവനാഡിയായ ഈ ജലം അമ്മ എന്ന ദൈവമാതാവിൻ്റെ അനുഗ്രഹമായാണ് നാട്ടുകാർ കരുതി പോകുന്നത്. അമ്മ എന്നാൽ അവരുടെ അമ്പാൾ. അങ്ങനെയാണ് ഈ വലിയ ജലാശയങ്ങളുടെ അമ്മ എന്ന സങ്കല്പത്തിൽ ഈ സ്ഥലത്തിന് അംബാസമുദ്രം എന്ന പേരുണ്ടായത്. ആധുനിക ലോകം ഇപ്പോൾ കാർഷിക രീതികൾക്ക് യന്ത്രങ്ങളെ ആശ്രയിക്കുമ്പോഴും ഇവിടുത്തെ പാടങ്ങളിൽ ഇന്നും ചിലരെങ്കിലും പുരാതനമായ രീതികൾ തന്നെയാണ് പിന്തുടരുന്നത്. അതിരാവിലെ തന്നെ കർഷകർ ചെളിയിലിറങ്ങി കാളകളാൽ വലിക്കപ്പെടുന്ന ഈ മരക്കലപ്പ കൊണ്ട് വയലുകൾ പൂട്ടുന്നു. ചോളകാലം മുതൽ ഇപ്പോഴും വലിയ മാറ്റമില്ലാതെ തുടരുന്ന കർഷകന്റെ ജീവചരിത്രത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണിത്. പ്രഭാതമാകുന്നതോടെ മയിലുകൾ ഈ ഗ്രാമവഴികളിൽ നിത്യകാഴ്ചയാണ്. ഇവരൊക്കെ ഈ നാടിൻ്റെയും താളത്തിൻ്റെയും ഭാഗമാണ്. ഗ്രാമവീഥികൾ പതുക്കെ ഉണർന്നു വരുന്നതേയുള്ളൂ. വശങ്ങളിലുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിലൂടെ മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്താൽ നമ്മൾ അതിപുരാതനമായ കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മദേശം എന്ന കൊച്ചു ഗ്രാമത്തിലേക്കെത്തും. തമിഴ്നാട്ടിലെ എല്ലാ വീടുകളുടെയും വാതിൽക്കൽ ദിവസവും ഇതുപോലെ പല രൂപത്തിലുള്ള മനോഹരമായ കലാരൂപം പിറവിയെടുക്കാറുണ്ട്. ഓരോ ദിവസവും സൂര്യാസ്തമയത്തോടെ സ്വാഭാവികമായി മാഞ്ഞു പോകുന്ന ഇത് പിറ്റേ ദിവസം കാലത്ത് വീണ്ടും അതാത് വീട്ടിലെ കുടുംബനാഥയാൽ സൃഷ്ടിക്കപ്പെടും. ഇതിനെ കോലം എന്നാണ് വിളിക്കുന്നത്. അരിപ്പൊടി കൊണ്ട് ദിവസവും വീടുമുമ്പിൽ വരയ്ക്കുന്ന ഈ മനോഹര കോലങ്ങൾ കേവലം ഒരു അലങ്കാരമോ ആചാരമോ മാത്രമല്ല. ഹിന്ദു തത്വശാസ്ത്രമനുസരിച്ച് ഈ പ്രവൃത്തിയെ ഭൂതയജ്ഞം എന്ന് വിളിക്കുന്നു. അതായത് എല്ലാ ജീവജാലങ്ങളുമായി ഇണങ്ങി
മനുഷ്യൻ പ്രകൃതിയിൽ ജീവിക്കുക എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ അരിപ്പൊടി ഉറുമ്പുകൾക്കും ചെറിയ പ്രാണികൾക്ക് പോലും ഭക്ഷണമാകുന്നു. ഭൂമിയിലെ ഏറ്റവും ചെറിയ ജീവികൾക്ക് പോലും അന്നത്തെ ആദ്യത്തെ ഭക്ഷണം നൽകുന്നു എന്ന മനോഹരമായ സങ്കല്പം. നമ്മൾ കേരളത്തിലും ഓണത്തിന്റെ ഭാഗമായി വാതിലുകളിൽ അരിമാവ് കൊണ്ട് ചെറിയ കോലങ്ങൾ വരയ്ക്കാറുണ്ട്. ഓണത്തിന് ഗൗളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണെന്ന് അമ്മ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മ വരുന്നു. തെരുവുകളിലൂടെ ചെറിയ പാക്കറ്റുകളിൽ ചിലർ കോലപ്പൊടി വിൽക്കുന്നതും കാണാം. ഇത് ഒരേ സമയം ഒരു കലയും നിശബ്ദമായ ഒരു പ്രാർത്ഥനയും കൂടിയാണ്. വീടിനെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകം. ചരിത്രപരമായി തന്നെ വേദപണ്ഡിതന്മാരാൽ പ്രശസ്തമായിരുന്ന ഈ ഗ്രാമം അതുകൊണ്ടാണ് ബ്രഹ്മദേശം എന്ന് വിളിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ഈ പ്രദേശത്തിന്റെ ആത്മീയ ചൈതന്യം കണ്ട് രാജരാജ ചോളൻ ഈ ക്ഷേത്രനഗരം മുഴുവൻ പണ്ഡിതന്മാർക്ക് ദാനം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. ദക്ഷയാഗത്തിനിടെ ശിവനെ അവമാനിച്ചതിന് പരിഹാരമായി ഭഗവാൻ ബ്രഹ്മാവ് ഇവിടെ വന്ന് തപസ് ചെയ്തിരുന്നതായും ഐതിഹ്യമുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു പുണ്യതീർത്ഥം നിർമ്മിക്കുകയും അതിൽ നീരാടി തപസ് ചെയ്യുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ചെറുമകൻ രോമശ മഹർഷിയും ഈ പ്രദേശത്ത് തന്നെ ഇവിടെ എത്തി ആരാധന നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഈ ഗ്രാമത്തിന് ബ്രഹ്മദേശം എന്ന പേര് ലഭിച്ചതെന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിൽ ചോള കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കൈലാസനാഥ ക്ഷേത്രം ശില്പകലയുടെ ഒരു വിസ്മയം തന്നെയാണ്. വലിയ ഗ്രാനൈറ്റ് തൂണുകളും സങ്കീർണമായ കൊത്തുപണികളും ഈ നിർമ്മാണത്തിന്റെ പിന്നിലെ ശില്പികളുടെ അതുല്യമായ കഴിവിനെ പ്രകടമാക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ വിവിധ രാജവംശങ്ങളുടെ പല മുദ്രകളുമുണ്ട്. ചേരന്മാരും ചോളന്മാരും മനോഹരമായ ശില്പങ്ങൾ സംഭാവന ചെയ്തപ്പോൾ പാണ്ഡ്യന്മാർ മണ്ഡപങ്ങളും നായ്ക്കന്മാർ ഗോപുരങ്ങളും മതിലുകളും നിർമ്മിച്ചതായി പറയുന്നു. ഗ്രാനൈറ്റ് തൂണുകളും വിശാലമായ മണ്ഡപങ്ങളും കാലത്തിന്റെ സ്പർശം പതിഞ്ഞ കൊത്തുപണികളും ദ്രാവിഡ ശൈലിയിലുള്ള ശാസ്ത്രീയ വാസ്തുവിദ്യയെ പ്രതിഫലിപ്പിക്കുന്നു. കാലപ്പഴക്കത്താൽ ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും ഇന്ന് നാശത്തിന്റെ വക്കിലാണെന്ന് പറയാം. ഇവിടെ അടുത്ത് തന്നെ ഒരു പഴയ ക്ഷേത്രരഥം നിശബ്ദമായി വിശ്രമിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കാൻ ഈ തരത്തിലുള്ള രഥങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇന്നും ആ പാരമ്പര്യം പിന്തുടരുന്നുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഇത്തരം രഥങ്ങൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ പഴക്കം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ രഥത്തിന്റെ സമീപം തേർമുട്ടി എന്നറിയപ്പെടുന്ന ഒരു ഉയർന്ന തറയുണ്ട്. രഥത്തിന് വലിയ ഉയരമുള്ളതിനാൽ ഉത്സവകാലത്ത് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ ഈ തറയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്നാണ് ആ വിഗ്രഹങ്ങളെ രഥത്തിനുള്ളിലുള്ള സിംഹാസനത്തിലേക്ക് മാറ്റുന്നത്. വിഗ്രഹം ഈ രഥത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ രഥം ഒരു സഞ്ചരിക്കുന്ന ക്ഷേത്രമായി തന്നെ മാറുന്നു.
ഭഗവാനും ഭഗവതിയുമൊക്കെ ഈ രഥങ്ങളിൽ നാട് നീളെ എഴുന്നള്ളും. ഭക്തർ രഥം വലിച്ചും രഥത്തിന് പിന്നാലെയും ഘോഷയാത്രയെ സഞ്ചരിക്കും. ഇവിടെയുള്ള ഈ പഴയ ശിലാലിഖിതത്തിൽ പറയുന്നത് ഈ തേർമുട്ടി 1937 സമൂഹത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് എന്നാണ്. തടിച്ചക്രങ്ങളിൽ ഓടുന്ന ഒരു കലാശാല തന്നെയാണ് ഓരോ രഥവും. ഓരോ കൊത്തുപണിയും കലാകാരന്മാരുടെ അപാരമായ കഴിവിന്റെയും അവരുടെ അചഞ്ചലമായ ഭക്തിയുടെയും കൂടി തെളിവാണ്. തടികളിൽ നിന്ന് ദേവതകളും അലങ്കാര രൂപങ്ങളും മനോഹരമായി ഇവിടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. സ്നേഹത്തെയും സന്താന സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളും ഉൾപ്പെടെ ക്ഷേത്രകലയിൽ ഒരിക്കൽ സ്വാഭാവികമായിരുന്ന കഥകളെയും സാംസ്കാരിക ദൃശ്യങ്ങളെയും ഈ രഥത്തിലെ കൊത്തുപണികൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു താൽക്കാലിക ഷെഡിന് കീഴിൽ ഈ കാലത്തുള്ള ശില്പികൾ പുതിയൊരു രഥം നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലാണ്. പാരമ്പര്യമായി അവർക്ക് ലഭിച്ച കഴിവിൻ്റെ അടയാളങ്ങൾ കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനിയും ഗ്രാമത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇനി വരുന്നത് പാപനാശം എന്ന ദിവ്യഭൂമിയാണ്. പുണ്യനദികളും വെള്ളച്ചാട്ടങ്ങളും കാടും നിറഞ്ഞ പാപനാശം എന്ന പ്രദേശം കണ്ണിനു മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപങ്ങൾ നശിപ്പിക്കുന്നതിനായി ഭഗവാൻ പരമശിവൻ ഇവിടെ പാപനാശനാഥനായി വാഴുന്നു. ഇവിടെ പാർവതീദേവി ഉലകമ്മയമ്മനായി ആരാധിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ തന്നെ മാതാവ് അഥവാ സർവ്വജനങ്ങളുടെയും മാതാവ്. ഈ നദിയിൽ മുങ്ങി നിവർന്ന് പാപം തീർക്കാനായി മനുഷ്യരുടെ ഒഴുക്കാണ്. ക്ഷേത്രം കടന്ന് റോഡ് ഉയരങ്ങളിലേക്ക് കയറുന്നതോടെ നമ്മൾ മുണ്ടന്തുറൈ വന്യജീവി സങ്കേതത്തിന്റെ നിബിഡ വനങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇവിടെ വരുന്ന സന്ദർശകർ ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പ് വനം വകുപ്പിൽ നിന്ന് അനുമതി പാസ് നേടുകയും ചെക്ക് പോസ്റ്റിൽ എത്തുകയും വേണം. താമരഭരണി നദിയുടെ ഒഴുക്കിനെ എതിർദിശയിൽ പിന്തുടർന്ന് അതിന്റെ ഏറ്റവും പ്രശസ്തമായ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. പ്രവേശനം പ്രധാനമായും സ്വകാര്യ വാഹനങ്ങളിലൂടെയാണ്. കൂടാതെ ഈ വനപ്രദേശത്തിനുള്ളിൽ ഹോൺ മുഴക്കുന്നതും ഉച്ചത്തിൽ സംഗീതം വെക്കുന്നതുമൊക്കെ നിരോധിച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് അഗസ്ത്യാർ വെള്ളച്ചാട്ടം. തമിഴ്നാട്ടിലെ മിക്ക വെള്ളച്ചാട്ടങ്ങളും മഴക്കുറവ് കാരണം പല സമയത്തും വറ്റാറുണ്ടെങ്കിലും ഇതങ്ങനെയല്ല. അഗസ്ത്യമലയിലെ നീരുറവകൾ കാരണം ഈ വെള്ളച്ചാട്ടങ്ങൾ എല്ലാ കാലത്തും ഇതുപോലെ മനോഹരമായി ജലസമൃദ്ധമായി തുള്ളിച്ചാടിക്കൊണ്ടേയിരിക്കും. വെള്ളം അനന്തമായി ഒഴുകുന്നത് പോലെ ആളുകളുടെ ഒഴുക്കും ഇവിടെ നിലയ്ക്കുന്നതേയില്ല. എപ്പോഴും ചലനവും ഉത്സാഹവും നിറഞ്ഞ സജീവമായൊരു സ്ഥലം തന്നെയാണിത്. ശരീരത്തിൽ മസാജ് ചെയ്യുന്നത് പോലെ പതിക്കുന്ന ഈ ജലത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ മാത്രമല്ല, നിരവധി വിനോദസഞ്ചാരികളും ഇവിടേക്ക് വരുന്നുണ്ട്, കുളിക്കുന്നുണ്ട്.
കാർ പാർക്കിംഗ് മേഖലയ്ക്ക് സമീപം ചെറിയ വസ്ത്രം മാറ്റാനുള്ള റൂമുകളും ശൗചാലയങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അഗസ്ത്യാർ വെള്ളച്ചാട്ടത്തിന്റെ സമീപമുള്ള കൽപ്പടവുകൾ കയറി ചെല്ലുന്നത് കല്യാണ തീർത്ഥത്തിലേക്കാണ്. ഇവിടെ വെച്ചാണ് അഗസ്ത്യമുനിക്ക് ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും ദർശനം ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് കൈലാസത്തിൽ വെച്ച് നടന്ന ശിവപാർവതി വിവാഹത്തിന് എത്തിയ ജനക്കൂട്ടം കാരണം അഗസ്ത്യമുനിക്ക് ആ ചടങ്ങ് നന്നായി ദർശിക്കാൻ സാധിച്ചില്ല. ഭക്തിയോടെ അദ്ദേഹം ഈ പ്രദേശത്തിരുന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ആ ഭക്തിയിൽ പ്രസാദിച്ച ശിവനും പാർവതിയും അവരുടെ വിവാഹ രൂപത്തിൽ, അതായത് ആ കല്യാണക്കോലത്തിൽ അദ്ദേഹത്തിന് ഇവിടെ വെച്ച് ദർശനം നൽകിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥലമായതുകൊണ്ടാണ് ഈ ഭൂമിക്കും ഈ വെള്ളച്ചാട്ടത്തിനും അഗസ്ത്യാർ വെള്ളച്ചാട്ടം എന്ന പേരും ലഭിച്ചത്. വെള്ളച്ചാട്ടത്തിന് സമീപം നദിയിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ജലവൈദ്യുത നിലയം കൂടിയുണ്ട്. ചുറ്റുമുള്ള വനത്തിന് തടസ്സമാകാത്ത വിധം വളരെ ശാന്തമായാണ് ഇതിന്റെ പ്രവർത്തനമെന്ന് പറയാം. മുണ്ടന്തുറ വനനിരകൾ ഹനുമാൻ കുരങ്ങുകളുടെ കൂടി ഒരു ആവാസ കേന്ദ്രമാണ്. കാടിന്റെ മുകൾ പരപ്പിലൂടെ പ്രതിധ്വനിക്കുന്ന ഇവയുടെ ശബ്ദം ദൂരെ എവിടെയും കേൾക്കാം. മറ്റു സ്ഥലങ്ങളിൽ കാണുന്ന കുരങ്ങുകളെ അപേക്ഷിച്ച് ഇവർ അത്ഭുതപ്പെടുത്തുന്ന വിധം ശാന്തരാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഭക്ഷണം നൽകുകയാണെങ്കിൽ അത് നിശബ്ദമായി വാങ്ങി അവർ ഇവിടെ നിന്നും പോകും. സഞ്ചാരികളെ പിന്തുടരാനോ ശല്യം ചെയ്യാനോ ഇവർ മുതിരാറില്ല. അംബാസമുദ്രം ഒരിക്കലും സഞ്ചാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ഒരിടമയല്ല. അത് ഓരോ സഞ്ചാരികൾക്ക് മുമ്പിലും ഓരോ നിമിഷത്തിലും പുതിയതുപോലെ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പാടത്തെ സൂര്യോദയം മുതൽ പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ വരെ ഓരോന്നും ഭക്തിയുടെയും ഒപ്പം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യന്റെ സന്തുലിതാവസ്ഥയുടെയും കഥ പറയുന്നു. ഏറ്റവും അർത്ഥവത്തായ യാത്രകൾ പലപ്പോഴും തിരക്കേറിയ പ്രധാന പാതകളിൽ നിന്ന് മാറി ഇതുപോലെ ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ഈ മനോഹരമായ യാത്രാനുഭവം ഓർമ്മിപ്പിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള യാത്രകൾ ഇനിയും തുടരും.